നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന പാർട്ടിക്കേറ്റ കനത്ത പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് CPMന്റെ ലോക്കൽ കമ്മിറ്റികൾ മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെയുള്ള കമ്മിറ്റികൾ ആലോചന യോഗങ്ങൾ ചേരുന്നു, അവലോകന യോഗങ്ങൾ ചേരുന്നു. എന്തുകൊണ്ടാണ് CPMന് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഇത്ര വലിയ തോൽവി സംഭവിച്ചത് എന്നുള്ളതിന്റെ കാരണങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഈ അവലോകന യോഗങ്ങൾ അത്രയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 80 ലക്ഷം വോട്ടിന്റെ കുറവാണ് ഈ കുറി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് വിടാൻ പറ്റിയതെങ്കിലും അന്നത്തെ ആ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടായിരിക്കുന്നത് 80 ലക്ഷം വോട്ടിന്റെ കുറവാണ് എന്നറിയുമ്പോൾ അധസ്ഥിത വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയായ ഇടതുപക്ഷം എവിടെ ചെന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരായ അധസ്ഥിത വർഗങ്ങൾ എന്ന് LDF എപ്പോഴും വിളിക്കുന്ന ഈ ജനങ്ങൾ ഈ പാർട്ടിയെ കൈയൊഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണക്കാരന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്ന CPM ഇടതുപക്ഷം ഇപ്പോൾ സാധാരണക്കാരിൽ നിന്നും വേറിട്ടിരിക്കുന്നു, അഥവാ ഇടതുപക്ഷത്തെ സാധാരണക്കാർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദയനീയമായ പരാജയത്തിൽ നിന്നും CPM നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ അവലോകന യോഗങ്ങളിലെല്ലാം ഒരേ ഒരു ഉത്തരമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നയ വൈകല്യങ്ങളും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റ രീതികൾ തന്നെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പാർട്ടിയെയും ഭരണത്തെയും മുഖ്യമന്ത്രിയെയും ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു. അതായത് അവർ പാർട്ടിയിൽ നിന്നും ഭരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, ജനസമ്മതി ഇല്ലാതായിരിക്കുന്നു. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ നഷ്ടമായ 80 ലക്ഷം വോട്ട്. ഇതിന് കൃത്യമായി പാർട്ടിയുടെ വിശദീകരണം പിണറായി വിജയനോട് ചോദിക്കും. ഒരു തിരുത്തൽ നടപടികളിലേക്ക് തന്നെയാണ് പാർട്ടി മുതിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് LDF വിട്ട് LDFന്റെ പ്രധാന ഘടകകക്ഷിയായ CPM ഉപേക്ഷിച്ച് പോകാൻ പോകുന്നു എന്നറിയുമ്പോൾ CPMന്റെ എക്കാലത്തെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും ശക്തിയായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന CPM കൂടി ഇടതുപക്ഷത്തിൽ നിന്നും LDFൽ നിന്നും വേർപെട്ട് പോയി കഴിഞ്ഞാൽ CPMന്റെ ഗതി അധോഗതിയാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായും തിരുത്തൽ നടപടികളിലൂടെ അല്ലാതെ ഇനിയും ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ജനസമ്മതി ആർജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് എല്ലാ കമ്മിറ്റികളും കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാ കമ്മിറ്റികളുടെയും അവലോകന റിപ്പോർട്ടുകൾ ഇത് തന്നെയാണ്. ഈ റിപ്പോർട്ടുകൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നേർക്കാണ്, പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് നേരെ തന്നെയാണ്. സ്വജന പക്ഷപാതവും അഴിമതിയും അരാജകത്വവും അക്രമവും നിറഞ്ഞത് തന്നെയാണ് സംസ്ഥാന ഭരണം എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ക്രമസമാധാനം പാടെ തകർന്നിരിക്കുന്നു. പോലീസിനോടനുബന്ധമായ സംഘടനകളും നാട്ടിൽ അഴിഞ്ഞാടുന്നു. ഗുണ്ടകൾക്കും കൊള്ളപ്പലിശക്കാർക്കും കള്ളന്മാർക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് പോലീസിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും സ്ത്രീകൾ സുരക്ഷിതരല്ല, കുഞ്ഞുകുട്ടികളെ പോലും പീഡിപ്പിക്കപ്പെടുന്നു. നിരന്തരമായ കൊലപാതക പരമ്പരകൾ തന്നെ ഉണ്ടാകുന്നു. ഇവിടെ പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്നു. കുഞ്ഞുങ്ങളെ പോലും ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടും ക്രമസമാധാന പാലനത്തിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഒരു കാരണവശാലും സത്വരമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ വികാരം. ഈ ജനവികാരം തന്നെയാണ് തിളച്ചിരമ്പി ആർത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിനയായി തീർന്നത്. ആ തിളച്ചിരമ്പി ആർത്ത സമുദ്രത്തിൽ CPMന് ഇടതുപക്ഷത്തിന് ജനങ്ങൾ മുക്കിക്കൊന്നു. 80 ലക്ഷം വോട്ട് അവർ മറ്റുള്ള കക്ഷികൾക്ക് മറിച്ചു കൊടുത്തു. ഇതിന് ഇനിയും എന്താണൊരു പോംവഴി? ഈ വരുന്ന 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങൾക്കിടയിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ പാർട്ടി കൃത്യമായ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകണം, ഭരണ നേതൃത്വം മാറണം എന്ന് തന്നെയുള്ള ഒരു ദിശാബോധത്തിലേക്ക്, ദിശാസൂചികയിലേക്ക് ഇടതുപക്ഷം എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദങ്ങൾ ചെലുത്തിയോ തൽസ്ഥാനത്ത് നിന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ്. എന്ത് വിചാരിക്കുന്നുവോ അത് നടത്തുവാൻ വേണ്ടി പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകൾ അശ്രാന്തം പരിശ്രമിച്ച പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഓലപ്പാമ്പും കാണിച്ച് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കുവാൻ LDFൽ ആർക്കും തന്നെ ശക്തിയില്ല. എന്നാൽ പാർട്ടിയുടെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്ന മുഖ്യമന്ത്രി ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു പോകേണ്ടതായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ചില ഫോർമുലകൾ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ചില ഫോർമുലകളിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് CPMനകത്ത് നിന്ന് തന്നെ അറിയാൻ കഴിയുന്ന വിശേഷങ്ങൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മാറി നിൽക്കുകയാണെങ്കിൽ കണ്ണൂർ ലോബി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ശൈലജ ടീച്ചറെ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാക്കുവാൻ പിണറായി
പിണറായി ആലോചിക്കുന്നില്ല, പിണറായി പക്ഷം അതിന് മുതിരുന്നില്ല. പകരം പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര റിയാസിന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാവുക. കേന്ദ്ര കമ്മിറ്റി അംഗമായ, എപ്പോഴും പിണറായി വിജയൻ ഒത്താശ പാടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന മുൻ മന്ത്രി AK ബാലനെ ആയിരിക്കും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ നിശ്ചയിക്കുക. തന്നെ കാലുവാരിക്കൊണ്ടിരിക്കുന്ന MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി AK ബാലനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാക്കി അവരോധിക്കുവാനും പിണറായി തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയായി മരുമകനെ തീരുമാനിക്കും, പാർട്ടി സെക്രട്ടറിയായി AK ബാലനെ തീരുമാനിക്കും. ഇതുപോലെ തന്നെ തന്നോട് അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളെ മാത്രം താക്കോൽ സ്ഥാനങ്ങളിൽ നിർത്തിക്കൊണ്ട് താനൊരു പിന്മാറ്റത്തിന് തയ്യാറാകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ മാറ്റം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ചില അച്ചുതണ്ടുകൾ ഇപ്പോൾ CPM-നകത്ത് രൂപക്കൊള്ളുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കണ്ണൂർ ലോബിക്ക് ചുക്കാൻ പിടിക്കുന്ന P ജയരാജൻ ഇതിന് മറുതന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ണൂരിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയുണ്ടായി. മൊയ്യാരത്ത് ശങ്കരന്റെ അനുസ്മരണ ദിനത്തിൽ, അല്ലെങ്കിൽ സ്മാരക ദിനത്തിൽ തോമസ് ഐസക്കിനാണ് ഈ കുറി മൊയ്യാരത്ത് ശങ്കരൻ അവാർഡ് സമർപ്പിച്ചിരിക്കുന്നത്. 20,000 രൂപയുടെ മൊയ്യാരത്ത് ശങ്കരൻ അവാർഡ് തോമസ് ഐസക്കിന് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരുന്നത് നിയമസഭാ സ്പീക്കറായ ഷംസീർ തന്നെയാണ്. എന്നും കൊടിയേരി പക്ഷത്തിന്റെ അടിയുറച്ച പ്രവർത്തകനായിരുന്ന, വിശ്വസ്തനായിരുന്ന ഷംസീറിന്റെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തന്റെ മരുമകനായ റിയാസിനെ മുഖ്യമന്ത്രിയാക്കിയത്. ഇതിൽ ഷംസീറും കൊടിയേരി പക്ഷവും കടുത്ത വിദ്വേഷത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഷംസീറും P ജയരാജനും തോമസ് ഐസക്കും G സുധാകരനും MA ബേബിയും ചേർന്ന് ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അച്ചുതണ്ടിന്റെ ബലത്തിൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെയും ഏകാധിപത്യത്തെയും ചോദ്യം ചെയ്യുവാൻ തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ലോബിക്ക് ചുക്കാൻ പിടിക്കുന്ന ഷംസീറിന്റെയും P ജയരാജന്റെയും ലക്ഷ്യം എന്ന് മനസ്സിലാക്കുമ്പോൾ പിണറായി വിജയന്റെ പുതിയ തന്ത്രങ്ങളും പുതിയ ഫോർമുലയും പാലിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. അഥവാ CPM ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയായി AK ബാലനെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റിയാസിനെയും അവരോധിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് P ജയരാജന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ലോബിയിലുള്ള ആളുകൾ ആരും തന്നെ സമ്മതിക്കാൻ സാധ്യതയില്ല. ഷംസീറും തോമസ് ഐസക്കും G സുധാകരനും MA ബേബിയും പോലുള്ള മുതിർന്ന നേതാക്കൾ ഇതിന് തടയിടും. ഇത് ഒരു കാരണവശാലും നടക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും CPM-ൽ വൈകാതെ തന്നെ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും AKG സെന്ററിന്റെയും ക്ലിഫ് ഹൗസിന്റെയും ഉപജാപക വൃന്ദങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിക്കൊണ്ട് താൻ സ്ഥാനത്ത് നിന്ന് മാറാൻ, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള പിണറായി വിജയന്റെ ഫോർമുലയ്ക്ക് ആരും തന്നെ തയ്യാറല്ല. ഇപ്പോൾ തന്നെ P രാജീവും MB രാജേഷും ബാലഗോപാലും മുതലായ മന്ത്രിമാർ ഇതിനെതിരെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പിണറായി വിജയന്റെ പുതിയ തന്ത്രങ്ങൾ വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിൽക്കുന്നത്. പകരം മുഖ്യമന്ത്രി കസേരയിൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഇരുത്തുകയാണെങ്കിൽ പുറകിൽ നിന്ന് ഭരണം നടത്തുന്നത് പിണറായി മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPM-ലെ സമുന്നതരായ നേതാക്കളെല്ലാം കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇനി പിണറായി വിജയന്റെ നിയന്ത്രണത്തിൽ CPM-ൽ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കണ്ണൂർ ലോബിയും മുതിർന്ന നേതാക്കളും. എന്താണ് ഇനി CPM-ൽ സംഭവിക്കാൻ പോകുന്നത്, പിണറായി വിജയൻ സ്ഥാനമൊഴിയുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് ഈ വരുന്ന 28-ാം തീയതി കണ്ടറിയാം, കാത്തിരിക്കാം. എന്തായാലും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ സമ്മതിക്കില്ല എന്നുള്ളത് ഒരു വശത്ത്, മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള പിണറായി വിജയന്റെ തീരുമാനം മറ്റൊരു വശത്ത്, മുഹമ്മദ് റിയാസിനെ ഒരു കാരണവശാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വാഴിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളത് CPM-ലെ സമുന്നതരായ നേതാക്കൾ ഒരു വശത്ത്. എന്തായാലും ഇനി എന്താണ് CPM-ൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.